ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റു. രാവിലെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ്. രാവിലെ ഇന്ന് രാജഗിരിക്ക് ഹോസ്പിറ്റലിൽ പോകണം. ചാച്ചനെ കൊണ്ട് 3 മാസത്തെ ചെക്കപ്പിൻ്റെ ദിവസമാണ് ഇന്ന് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് അവന് ടിഫിനൊക്കെ കൊണ്ടുപോകണം കൊച്ചിന്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ചോറിനുള്ള കറികളും കാപ്പി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ മോളും എഴുന്നേറ്റ് വന്ന് എന്നെ സഹായിച്ചു. അപ്പം രാവിലെ അവർക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും മതി എന്ന് പറഞ്ഞു. വൈകുന്നേരം ഞങ്ങൾ കടയിൽ നിന്ന് വന്ന് കടയെല്ലാം പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനും നല്ല ചീര, നല്ലൊരു ബണ്ടിൽ ചീര കിട്ടിയിരുന്നു, പച്ചച്ചീര. അപ്പോൾ അതും കിട്ടിയിരുന്നു. അപ്പോൾ അതും തോരൻ വെക്കാമെന്ന് വെച്ചു. ഉച്ചക്കത്തേനുള്ള ഇവർക്ക് ടിഫിനും കൊണ്ടുപോകാമല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ ഞാൻ മീൻ കറി എല്ലാം വെച്ചോളാം. അവൾ അങ്ങനെ മീനും ചിക്കനും ഒരു അടുപ്പിൽ വെച്ചു. ഞാൻ അതിന് ചീരയില എല്ലാം അരിഞ്ഞ് അതിനുള്ള അരപ്പെല്ലാം റെഡിയാക്കി വെച്ചു. അങ്ങനെ ഞങ്ങളുടെ ചിക്കനും മീൻ കറിയും എല്ലാം റെഡിയായിട്ട് വന്നു. അവസാനം ഞങ്ങൾ കരിയാപ്പിലേക്ക് ഇട്ട് അതിന് സാധാരണ രീതിയിലുള്ള ചിക്കനും നല്ല കുടമ്പുളി ഇട്ട് വെച്ച മീൻ കറിയായിരുന്നു കേട്ടോ. അതെല്ലാം റെഡിയാക്കി വെച്ച് അതെല്ലാം സെറ്റായതിനു ശേഷം ഞങ്ങൾ പച്ചമോര് വേണം, ഇവർക്ക് ചാറ് വേണമല്ലോ എന്നോർത്ത് പച്ചമോര് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിയാപ്പിലയൊക്കെ ഇട്ട് പച്ചമോര് അടിച്ച് വെച്ചു. മിക്സിയിലങ്ങ് അടിച്ച് റെഡിയാക്കി വെച്ചു. അപ്പോൾ അങ്ങനെ ഉച്ചക്കത്തിനുള്ള കറികളെല്ലാം റെഡിയായി. ചീരയിലയും അടുപ്പിൽ കയറി വേവാനായിട്ട്. അങ്ങനെ അതെല്ലാം പാത്രങ്ങളെല്ലാം ക്ലീനാക്കി, അടുക്കളയെല്ലാം ക്ലീനാക്കി വന്നപ്പോൾ അവൻ വന്നു. പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി തരാമെന്ന് പറഞ്ഞ് അവനും എഴുന്നേറ്റ് വന്നു. അങ്ങനെ പിള്ളേരുടെ രണ്ടുപേരുടെയും സഹകരണങ്ങൾ കൊണ്ട് എൻ്റെ പണികളെല്ലാം പെട്ടെന്ന് തീർപ്പാക്കി കേട്ടോ. അങ്ങനെ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും റെഡിയായി, ഉച്ചക്കത്തെ ചോറിനുള്ള കറികളും റെഡിയായി. അപ്പം ഞങ്ങളുടെ ബ്ലോഗ് കാണുന്നവരെ ഞങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റായി ഈ മോരിന്. ഇഞ്ചിയും പച്ചമുളകും എല്ലാം അരയ്ക്കുന്നതല്ലേ. അങ്ങനെ എല്ലാ പണി കഴിഞ്ഞപ്പോഴത്തേനും അവന് വിശക്കുവാന്ന് പറഞ്ഞു. 2 ചപ്പാത്തി അവനിട്ട് കൊടുത്തു. സമയം 4 മണിയായിട്ടുള്ളൂ കേട്ടോ. അവന് നല്ല വിശപ്പാന്ന് പറഞ്ഞു. അങ്ങനെ അവനും 2 ചപ്പാത്തി കഴിച്ചു. ഞാനും റെഡിയായി, ഞാനും പോകാൻ റെഡിയായി.